ബോധോദയം എന്ന് പറയുന്ന അതീന്ദ്രിയം എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ധാരണയുള്ളത്, എന്താണ് തെറ്റായ ധാരണയുള്ളത്? അത് ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു അവസ്ഥയാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. ഇന്ദ്രിയ ബോധങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ ഒരു ഇന്ദ്രിയത്തിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്നു, ഒരു ഇന്ദ്രിയത്തിൽ നിന്ന് കാഴ്ച കാണുന്നു, ഒരു ഇന്ദ്രിയം കൊണ്ട് നിങ്ങൾ സ്പർശിക്കുന്നു, നിങ്ങൾ അറിയുന്നു. ഈ ഇന്ദ്രിയത്തിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾക്ക് ഒരു മനുഷ്യന് സിദ്ധി കൈവരണമെങ്കിൽ, അതിനപ്പുറത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ 3 ദിവസം മതിയോ? ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ടാവുമോ? നിങ്ങൾ ചിന്മുദ്രയിൽ വെച്ചത് കൊണ്ടാവുമോ? നിങ്ങൾ കപാലഭാതി ചെയ്തത് കൊണ്ടാകുമോ? നിങ്ങൾ പ്രാണായാമം ചെയ്തതുകൊണ്ട് കഴിയുമോ? എങ്ങനെയാണ് നിങ്ങൾക്ക് സിദ്ധി കൈവരുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് സിദ്ധി? ആധുനിക ശാസ്ത്രം അത് അംഗീകരിക്കുന്നുണ്ടോ? ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തമായ, ഇന്ദ്രിയ ഗോചരമല്ലാത്ത എന്തെങ്കിലും സൂക്ഷ്മ വസ്തുക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് നമുക്ക് ബൈനോക്കുലറിലൂടെ നോക്കേണ്ടി വരുന്നത്? അങ്ങനെയാണെങ്കിൽ കണ്ണുകളിലൂടെ നോക്കിയാൽ പോരെ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ബോധം? പഞ്ചേന്ദ്രിയങ്ങൾക്ക് മാത്രമായി, ശ്രദ്ധിക്കൂ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് മാത്രമായി ഒരു സംവേദനം സൃഷ്ടിക്കാൻ കഴിയുമോ? ചോദ്യമാണത്. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മാത്രമായി പ്രവർത്തനരഹിതമായ ബ്രെയിൻ, പ്രവർത്തനരഹിതമായ തലച്ചോറ് ഉണ്ടെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മാത്രമായി ഒരു സംവേദനം സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങളുടെ തലച്ചോറ് എന്ന് പറയുന്ന ബ്രെയിൻ വർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു സംവേദനവും, അറിയാലോ അല്ലെ, സംവേദന നാഡികളെക്കുറിച്ചും പ്രേരക നാഡികളെക്കുറിച്ചും നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾക്ക് ബ്രെയിൻ ഇല്ലാതെ ഈ കാര്യങ്ങൾ സാധ്യമാവുക? അപ്പം സാധ്യമാവില്ല, ഉറപ്പായി. പിന്നെ എങ്ങനെയാണ് ഈ ബ്രെയിനിനെ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക? എങ്ങനെ കൊണ്ടുവരും? ബീറ്റ സ്റ്റേജിൽ നിന്ന്, ബട്ടർഫ്ലൈ സ്റ്റേജിൽ നിന്ന്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ബീറ്റ സ്റ്റേജിൽ നിന്ന് അൽഫ സ്റ്റേജ്, ഫോക്കസ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള അൽഫ സ്റ്റേജിലേക്ക് എങ്ങനെയാണ് ബ്രെയിനെ കൊണ്ടുവരിക? അപ്പോഴാണ് നമ്മൾക്ക് യമനിയമങ്ങളെ പഠിക്കേണ്ടി വരിക, മനസ്സിലാക്കേണ്ടി വരിക. യമം പറഞ്ഞോളൂ. നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി, ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെ പോകും? എന്താണ് ഇതിൻ്റെ റൂട്ട്? എന്താണ് ഇതിൻ്റെ റൂട്ട്? യമവും നിയമവും എങ്ങനെ നമുക്ക് ജീവിതത്തിൽ പകർത്താം? ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് നിങ്ങളെ ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് യമവും നിയമവും സാധ്യമല്ല, ധാരണയും സാധ്യമല്ല, ധ്യാനവും സാധ്യമല്ല. നിങ്ങൾക്ക് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് ആത്മീയ പാതയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കണമെന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഉപേക്ഷിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ധ്യാനത്തിൻ്റെ ആത്മീയതയുടെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ പറ്റും? ബോധമില്ലാത്തവന് ബോധം ഉപേക്ഷിക്കാൻ പറ്റില്ല. ഒന്നുമില്ലാത്തവന് സന്യാസിയാവാൻ കഴിയില്ല. പറ്റുമോ? ഒരാൾക്ക് പറയാം ഞാൻ സന്യാസിയാണ്, അയാൾ ജനിച്ചപ്പോൾ ദരിദ്രൻ, ഒന്നുമില്ലായിരുന്നു, അപ്പോൾ പറയാം ഞാൻ എല്ലാം ഉപേക്ഷിച്ചു എന്ന്. പറ്റുമോ? കാരണം അയാൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. എല്ലാം ഉപേക്ഷിക്കുന്ന സമയത്താണ് നിങ്ങൾ ഒരു പാതയിലേക്ക് വരുന്നത്. സന്യാസത്തിലേക്കൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പാതയിലേക്ക്, അതൊരു വേറൊരു സ്റ്റേജാണ്, ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് കഴിയുക? അപ്പം നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് പ്രാണനെ അറിയണം,
നമ്മുടെ കോശങ്ങളെ അറിയണം, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയണം, നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ച് അറിയണം, കണ്ണിനെക്കുറിച്ച് അറിയണം, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് അറിയണം, നമ്മൾക്ക് ബ്രെയിനിനെ കുറിച്ച് അറിയണം. ഇത് അറിയണമെങ്കിൽ അറിയാനുള്ള ബോധമുണ്ടാവണം, അറിഞ്ഞതിൽ നിന്നുള്ള അറിവുണ്ടാവണം. അതാണ് അറിഞ്ഞതിൽ നിന്നുള്ള അറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനം.